അപ്പം നമ്മുടെ ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ പൂച്ചൻ്റെ മക്കളാണ് കേട്ടോ, പൂച്ചക്കുട്ടികളാണത്, പ്രസവിച്ചാണ്. അപ്പോൾ എന്താണ് പൂച്ചനെ കാണാനില്ല കേട്ടോ. പൂച്ച ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഇല്ല. കാരണം എന്തെങ്കിലും കടിപിടി കൂടിയിട്ട് എവിടേക്കെങ്കിലും പോയതാണോ എന്നറിയില്ല. പക്ഷേ എന്താണ് പൂച്ച ഇതുവരെ വന്നിട്ടില്ല. കുട്ടികളുണ്ടാകുമ്പോൾ എന്തായാലും പൂച്ച വരേണ്ടതല്ലേ, പക്ഷെ ഇതുവരെ പൂച്ച വന്നില്ല കേട്ടോ. അപ്പോൾ ഇവർക്ക് ഏതായാലും പൂച്ചനെ കാണാനില്ല. അപ്പം ഇനി ഇവർ വിശന്ന് കിടക്കില്ല. അപ്പോൾ ഇവർക്ക് ഇനി ഒരു എന്താണ് എന്തൊക്കെ ആക്കിയിട്ട് പാലൊക്കെ കൊടുക്കട്ടെ കേട്ടോ. കണ്ണും കൂടെ കീറിയിട്ടില്ല ഇവർ, കണ്ണൊന്നും തുറന്നിട്ടും കൂടെ ഇല്ല. അപ്പോൾ പാവാണ്. ഏതായാലും പാല് കൊടുക്കട്ടെ കേട്ടോ. നല്ല ഉറക്കേന്ന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണർന്ന് വരികയാണ്. പാവം അമ്മയില്ലാത്ത കുട്ടികൾ. വളരെ സങ്കടമാണ് ആലോചിച്ചത്. ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ജസീന നഷാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഒരു പൂച്ച ഉണ്ടായിരുന്നു. ആ പൂച്ച പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസമേ ആ പൂച്ച നമ്മുടെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ആ പൂച്ചനെ കാണാനില്ല. അപ്പോൾ ചെറിയ മക്കളാണ്, ചെറിയ പൂച്ചക്കുട്ടികളാണ്, കണ്ണും കൂടെ തുറന്നിട്ടില്ല. പക്ഷെ പൂച്ചനെ കാണാനില്ല. പൂച്ചനെ എന്താ പറ്റിയെന്നറിയില്ല. ഡോഗ് കടിച്ചതാണോ അതോ ഇനി ആരെങ്കിലും ഒഴിവാക്കിയതാണോ എന്നറിയില്ല. നമ്മളെ വീട്ടിലേക്ക് വന്നതായിരുന്നു കേട്ടോ ആ പൂച്ച. പക്ഷെ ഇപ്പം പൂച്ചനെ കാണാനില്ല. അപ്പോൾ പൂച്ച ഈ കുട്ടികളൊക്കെ വിട്ടിട്ട് പോയിട്ടുണ്ട്. കുട്ടികളാണെങ്കിൽ ഭയങ്കര കരച്ചിലുമാണ്. അപ്പോൾ ഞാൻ എൻ്റെ എന്താ പറയുക കഴിവിൻ്റെ പരമാവധി ഞാൻ നോക്കുന്നുണ്ട് കുട്ടികളെ. കാരണം പാലൊക്കെ കൊടുത്തിട്ട്, പാല് പിന്നെ അങ്ങനെ കുടിക്കാനും ആയിട്ടില്ല, വെച്ചുകൊടുക്കാനും ആയിട്ടില്ല അവർ. അപ്പോൾ ഞാൻ ശീലയിൽ ഇങ്ങനെ മുക്കിയിട്ട് അങ്ങനെ കൊടുക്കുകയാണ്. ഇനി നമ്മളെ ഫില്ലർ വാങ്ങിയിട്ട് അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഓക്കെ, ആ വീഡിയോസ് ഒന്ന് കണ്ടോളൂ കേട്ടോ. വായട്ട് അങ്ങനെ അടുത്ത ആള് കേട്ടോ. ആട്ടെ കുറച്ച് പാലൊക്കെ കുറച്ച് സെറ്റായിട്ട് കുറച്ച് കുടിക്കുള്ളൂ ഇടയ്ക്ക്. ഹലോ, അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ പാലൊക്കെ കുടിച്ച് സെറ്റായാണ് കേട്ടോ. അപ്പം നല്ല ഹാപ്പി ആണ്. കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഇനിയും കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കണം. ഞാൻ ഏതായാലും സ്കൂളിൽ പോവുകയാണ്. അപ്പോൾ സ്കൂളിൽ പോയി വന്നിട്ട് പിന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
നോക്കി ഇതാണ് ആ പൂച്ച. ഇതിന്റെ ഇത് എന്താ പറയാ, ഇതിന്റെ ഈ തള്ളനെ കാണാനില്ല ഇപ്പൊ കുട്ടികള് മാത്രായി. സങ്കടാണ്. ഇപ്പൊ ഈ മുട്ടയൊക്കെ ഞാൻ പാലെടുത്തോണ്ടിരിക്കാണ്. തള്ളനാരെ കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഡോഗ് പിടിച്ചോ, അതെന്തെങ്കിലും പാലെടുത്ത കണ്ണ് വരുമോ? നമുക്ക് നോക്കട്ടോ. പൂച്ചൂട്ടിനെടുക്കട്ടോ. കടിക്കൊന്നുമില്ല. അത് നോക്കണം, എന്റെ അമ്മയാണ് വന്നത് വിചാരിച്ചിട്ട് നോക്കട്ടോ. ഞാൻ ആദ്യം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അവരെ എന്താണ് ഈ കൊട്ടയ്ക്ക് ആക്കുമ്പോ എടുത്ത വീഡിയോ ആണ്. മറ്റൊരു എടുത്തോണ്ടോ ഓരോരുത്തർ എടുത്തോണ്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പൂച്ചകളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്കും ചെയ്യുക, കമന്റും ചെയ്യുക കേട്ടോ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ. പാല് വെച്ചാൽ കുടിക്കൂല, നമ്മൾ ഫില്ലറിൽ കൊടുക്കേണ്ടി വരും. ചെറിയ കുട്ടികളല്ലേ, കുറച്ചുകൂടെ കണ്ണൊക്കെ കീറിയിട്ടാണെങ്കിൽ പാല് കുടിച്ചിരുന്നു. ഇങ്ങോട്ട് തൊടണ്ട, ഞാൻ പാൽ കൊടുക്കട്ടെ കേട്ടോ.